വെള്ളം കുടിക്കണം, അത് മസ്റ്റാണ് കേട്ടോ. കൂടുതൽ വെള്ളം കുടിച്ചിട്ടാ യോഗ തുടങ്ങുമ്പോൾ. നമ്മള് വെള്ളം കൂടുതൽ കുടിക്കുമ്പോ ബ്ലഡ് മർദ്ദത്തോട് കൂടി ഒഴുകും. അപ്പൊ രാവിലെ തന്നെ നമ്മള് റൂമേറ്റില് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഇരുന്നിട്ട് കുടിക്കണം. ഇരുന്ന് കുടിക്കാൻ തന്നെ. ഇരുന്നിട്ട് പതുക്കെ പതുക്കെ കുറച്ച് സമയം എടുത്തിട്ട് 1 ലിറ്റർ വരെയാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു വെളുത്തുള്ളിയുടെ അഗ്നി ചതച്ച് തിന്നണിക്കുന്ന ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ അത് കൂടുതൽ തന്നെ ശീലമാക്കി മാറ്റണം. അത് സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മള് ഇത് കഴിയണ വരെ ഒന്ന് ശ്രദ്ധിക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ കുറച്ച് സമയം ചെയ്യുള്ളൂ. ആകെ 45-46 മിനിറ്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അവസാനം പ്രാണായാമം തുടങ്ങി കണ്ണടച്ച് കഴിഞ്ഞാൽ അവസാനം കണ്ണ് തുറക്കാൻ പാടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് കറക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ കാര്യം ചെയ്യുമ്പോ അതിന്റെ ഫുള്ള് റിസൾട്ട് കിട്ടിയാൽ കാറുള്ളൂ. 99% കിട്ടിയിട്ട് കാര്യം 100% കിട്ടും. പറഞ്ഞ് ആദ്യം പ്രാർത്ഥന. നമുക്കൊരു കഴിവില്ല. നമുക്ക് ആത്മഹത്യയില് ഒരു സഹായം ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതും അതാണ്. പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ്. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം ഇട്ട് നെറ്റി നൽകും. ഭൂമിദേവിനെ വന്നിക്കുക. ശ്വാസത്തിന് പറഞ്ഞു വരിക. കൈ കൂട്ടിച്ചിരുത്തുക. കൈ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ആ ചൂട് കണ്ണിന്റെ മുകളിൽ വെച്ച് കൈ ഒന്ന് തലോടിയിട്ട് കണ്ടു വെക്കുക. മൂന്നാട്ടങ്ങനെ തലോടാം. ഇത് നമുക്ക് അനുലോമ വിലോമ. 2 മൂക്കും ഒരേമാതിരി ശ്വാസം എടുത്തോളും. 2 മൂക്കും കൂടി നന്നായിട്ട് ശ്വാസം കറക്റ്റ്. സാവധാനം ശ്വാസം വിടാം. കൈ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കണം. ശ്വാസം എടുക്കുന്നത് പതുക്കെ ചെയ്യാൻ പാടും. 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. റെസ്റ്റ്. ഈ 2 മൂക്ക് ഇവിടെ ഉള്ളിലിരിക്കുക. നിവർന്നിരിക്കണം കുറച്ച് നേരം. 1, ശ്വാസം എടുക്കുക. 2, പതുക്കെ ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി നമുക്ക് നെക്ക് റൊട്ടേഷൻ. താടി കഴുത്തിൽ മുട്ടിക്കാൻ തല പിന്നിൽ. 1, 2, ശ്വാസം എടുക്കുക. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ചെവി ഷോൾഡർ മുടിയും. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇതിലേക്ക് തിരിഞ്ഞ് നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യാം. താടി കഴുത്തിൽ മുട്ടിച്ച് തല പിന്നിൽ മുട്ടിച്ച് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യാം. കണ്ണ് നിറഞ്ഞു പിടിക്കുക. വായ അടച്ചിരിക്കുക. 1, ശ്വാസം വിടുക. 2,
ശ്വാസം വിടാം. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇത് നമുക്ക് കണ്ണടയ്ക്കാം. കണ്ണ് തുറക്കുക, നന്നായി തുറക്കുക. 2, 3 അടയ്ക്കുക. 4, 5, 6, 7, 8. റെസ്റ്റ്. ഈ കണ്ണ് ചിമ്മി തുറക്കുക, വേഗം വേഗം അടയ്ക്കുക, തുറക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4. മതി. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക. മൂക്കിന്റെ ബുദ്ധി നോക്കാം. രണ്ട് കണ്ണാണ്ട് മൂക്കിന്റെ ബുദ്ധി നോക്കാം. കണ്ണടയ്ക്കുക. കണ്ണ് നോക്കുക. മൂക്കിന്റെ ബുദ്ധി നോക്കാം. കണ്ണടയ്ക്കണം. കണ്ണ് തുറക്കുക. മൂക്കിന്റെ ബുദ്ധി. കണ്ണ് തുറക്കുക. ബ്രഹ്മത്തിന്റെ നോക്കുക. രണ്ട് കണ്ണിന്റെ സാധനം നെറ്റിയിടത്തുണ്ട്. നെറ്റിയിടത്ത് ഞാൻ കളിക്കുന്നോ. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക. ബ്രഹ്മത്തിന്റെ കടന്നു. ഒന്നാമത്തെ കണ്ണുണ്ട് നോക്കണം. അല്ലെങ്കിൽ നോക്കാം. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക. ബ്രഹ്മത്തിന്റെ കടന്നു നോക്കാം. നോക്കുമ്പോ നമുക്ക് ഒരു ചെറിയൊരു ക്ഷീണുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ണടയ്ക്കണം. കണ്ണടയ്ക്കുക. റെസ്റ്റ് ചെയ്യാനാ കണ്ണടയ്ക്കുക. ഒന്നുകൂടി കണ്ണ് തുറക്കുക. ബ്രഹ്മത്തിന്റെ കൂടെ കളിക്കണം. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക. രണ്ട് കണ്ണുകൊണ്ട് കളിക്കൊരു പോയിന്റ് നോക്കി. അപ്പൊ കൺപോള അനങ്ങാൻ പാടില്ല. കണ്ണ് നന്നായി തുറന്നിട്ട് ആ കളിക്ക് നോക്കുക. രണ്ട് കണ്ണുകൊണ്ടും അകല ഒരു പോയിന്റ് നേരെ നോക്കണം. സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കോങ്കണം വരും. രണ്ട് കണ്ണുകൊണ്ടും അകല ഒരു പോയിന്റ്. കൺപോള അനങ്ങാൻ പാടില്ല. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക. അകല ഒരു പോയിന്റ് നോക്കണം. കണ്ണടയ്ക്കുക. കണ്ണ് തുറക്കുക. അകല ഒരു പോയിന്റ്. കണ്ണടയ്ക്കുക. ഈ കണ്ണ് തുറക്കുക. മുകളിലേക്ക് നോക്കണം. താഴേക്ക് നോക്കണം. 1 മുകളിലേക്ക് നോക്കണം കേട്ടോ. നോക്കാൻ കണ്ട. 2 താഴത്തിന്. കൃഷ്ണമണി മാത്രമായിരുന്നു ഞാൻ. 3, 4, 5, 6, 7, 8. കണ്ണടയ്ക്കണം. കണ്ണ് തുറക്കുക. ഇനി അടുത്തോട്ട് വന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8. കണ്ണടയ്ക്കുക. ഈ കോണോട് കോണ് നോക്കണം. കൈ ഇങ്ങനെ പിടിക്കുക. അകത്തമ്പിലേക്ക് നോക്കാം. മുകളിലേക്ക് 1,
ഇതാക്കി 2, 3, 4 താഴ്ത്തിക്ക് നോക്കണം 4, 5, 6, 7, 8 അങ്ങനെ കൈ മാറ്റി വയ്ക്കുക ചേഞ്ച് ചെയ്യാം 1, 2, 3, 4, 5, 6, 7, 8 നടക്കുക കണ തുറക്കാം കൈ തന്നെ പിടിക്കുക 1, 2, 3, 4, 5, 6, 7, 8 കണക്ക് കണ തുറക്കാം നീ റൗണ്ടിൽ നോക്കണം താഴത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വലിയ റൗണ്ട് 1, 2, 3, 4, 5, 6, 7, 8 തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8 കാരണം മുറുക്കി അടയ്ക്കാതെ തുറക്കുക 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 കണ്ണിന്റെ പെരുത്തന്റെ അവിടെ ചൂണ്ടുവരൽ ഇങ്ങനെ വയ്ക്കുക ചൂണ്ടുവരലാണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക പിരികത്തിന്റെ കണ്ണിന്റെ പുറത്ത് കണ്ണിന്റെ അടിയിൽ കണ്ണിന്റെ അക്കടക്കണ്ണിൽ ഒന്നുകൂടി അടയ്ക്കാതെ തുറക്കുക അടയ്ക്കാതെ തുറക്കുക അടയ്ക്കാതെ തുറക്കുക കൈ ഒന്ന് കൂട്ടിച്ചിട്ടും കണ്ണിന്റെ മുകളിൽ വയ്ക്കുക ഈ കൈ മസാജിങ് ചെയ്യണം 1, 2, 3, 4, 5, 6, 7, 8 ആന്റി ക്ലോക്ക് വൈസ് 1, 2, 3, 4, 5, 6, 7, 8 ഒന്നുകൂടി കൂട്ടി തിരുമ്പുക കണ്ണിന്റെ മുകളിലേക്ക് 3 പ്രാവശ്യം ചൂടാക്കുക കണ്ണിന്റെ മുകളിൽ ചൂടാക്കുക കണ്ണിന്റെ മുകളിലേക്ക് കണ്ണ് തുറക്കുക കയ്യിലെ വെല്ലുവിളിക്ക് നോക്കി കാണുക കണ്ണിന്റെ ഇതിൽ തന്നെ പെട്ടാണ് ഹെഡ് മസാജ് കേട്ടാ അങ്ങനെ എടുത്തിട്ട് കുളിക്കുന്ന നേരത്ത് ഇങ്ങനെ 10 വട്ടം അങ്ങനെ ആക്കണം 10 വട്ടം അങ്ങനെ ആക്കുക എന്നിട്ട് ഒരു 6 പ്രാവശ്യം ഇങ്ങനെ ഇരിക്കാം തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഒരു 6 വട്ടം പിന്നെ കുറച്ചും കൂടി എണ്ണ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിൽ 10 പ്രാവശ്യം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എന്നിട്ട് പിന്നെ ഒരു 6 പ്രാവശ്യം മസാജ് തിരിച്ച് 6 പ്രാവശ്യം പിന്നെ 1 പ്രാവശ്യം എണ്ണ എടുത്തിട്ട് ഇങ്ങനെ സൈഡില് 10 പ്രാവശ്യം ഇങ്ങനെ 10 പ്രാവശ്യം എന്നിട്ട് പിന്നെ ഒരു 6 പ്രാവശ്യം ഇങ്ങോട്ട് 6 പ്രാവശ്യം ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് നല്ല ഇതാണ് കണ്ണിനും ചെവിക്കും മൂക്കിനും അവിടെ ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ഇതാവും പിന്നെ നമ്മള് കാലത്ത് ചെയ്യേണ്ട കാര്യമാണ് നെക്ടർ ആക്ടിവേഷൻ നെക്ടർ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുനാവിന്റെ അവിടെയാണ് അപ്പൊ നമുക്ക് നെല്ലരി പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിലങ്ങനെ പൊടി എടുത്തിട്ട് തള്ളവരുമ്പ വയ്ക്കുക തള്ളവരുമ്പ മുകളിൽ ഇങ്ങനെ മസാജിങ് ചെയ്യാം കൈ കെട്ടിട്ട് അപ്പൊ നമുക്ക് ആ പനിക്കാൻ വരും അപ്പൊ പനിക്കാൻ വരുമ്പോ അത് തുപ്പിക്കളയാം മൈഗ്രൈന് സാനിറ്റൈസേഴ്സ് മാറാനായിട്ട് ഏറ്റവും നല്ല ഇതാണ് വൈറ്റ് ടോക്സിൻ നമ്മുടെ അഴുക്ക് അത് കഫം പുറത്തേക്ക് തുപ്പിക്കളയാനും ഇത് കളയാനും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ഓയിൽ പുള്ളി പല്ല് ക്ലീനാവും തൊണ്ണിന് വെള്ളം കിട്ടാൻ നിൽക്കുന്നല്ല വായിലുള്ള പൊട്ട ബാക്ടീരിയകൾ പോകാനും നല്ല ഒരു സ്പൂണ് എള്ളെണ്ണ നല്ലത് എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാലും കുഴപ്പമില്ല ഉള്ളില് ഒരു സ്പൂൺ മതി അധികം പാടില്ല എന്നിട്ട് ആക്കിയിട്ട് ഇങ്ങനെ കുലുക്കില്ല തുടക്കത്തിൽ 2 മിനിറ്റ് പിന്നെ 5 മിനിറ്റ് 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പല്ല് ഇതാക്കിയാണെങ്കിൽ നല്ലത് പല്ല് പേസ്റ്റ് ഒക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ ഇനാമിലേക്ക് പോകും പുളിപ്പ് വരും നമ്മള് എന്താ പറയാ ഇങ്ങനെ നാടിനനുസരിച്ച് നീങ്ങുന്നുള്ള പേസ്റ്റ് നമുക്ക് ഏറ്റവും പൊട്ടയാ പേസ്റ്റ് പല്ല് കേടാവ് ചെയ്യും അപ്പൊ ഇതേപോലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കുകയാണെങ്കിൽ
അപ്പൊ ഇത് ഓയിൽ പുള്ളി അതും കൂടി നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ക്ലീനിങ്. ഓക്കെ, ഇനി നമുക്ക് വാങ്ങിയപ്പ് കാല് നിർത്തിയിട്ട് നമ്മുടെ ജോയിന്റുകളൊക്കെ തിരിക്കണം. അപ്പൊ മസിലും തമ്മിലുള്ള കണക്ഷൻ വിളിപ്പിക്കണം. കുറച്ച് ഒന്ന് ചെറുതായിട്ട് വേണം കാലൊന്ന് ഇനി ചമ്രം മണ്ണിരിക്കുക. കൈ നിർത്തി പിടിക്കുക, കൈന്റെ വേര് മടക്കുക. 1 2 3 4 5 6 7 8. കൈ പതി ഇങ്ങനെ നിർത്തണം. 1 ഇനി ഇങ്ങനെ താത്ത അതിന്റെ മുട്ട് മടങ്ങാൻ പാടില്ല. 3 4 5 6 7 8. അളവിന് 4 പേര് ഇങ്ങനെ മടക്കിരിക്കുക. റിസ്റ്റ് തിരിക്കണം. 1 2 3 4 5 6 7 8. തിരിച്ചു 1 2 3 4 5 6 7 8. കൈ മടക്കുക നിർത്തുക. 1 2 3 4 5 6 7 8. കൈപ്പത്തി പുറത്ത് തുറക്കണം. 1 കൈന്റെ മുട്ടപ്പം ഇങ്ങനെ മുകളിലേക്ക് വരും. 2 3 4 5 6 7 8. കൈ മടക്കി പിടിക്കുക. മുട്ട ഇങ്ങനെ മുട്ടിക്കുക. ഒരു റൗണ്ടിൽ കഴിയുമ്പോൾ മുട്ടിക്കുക. 1 2 3 4 5 6 7 8. തിരിച്ച് 1 2 3 4 5 6 7 8. റെസ്റ്റ്. കൈ നിർത്തി പിടിക്കുക. ചെറിയ റൗണ്ട് ഷോൾഡറിന്റെ അവിടെ തിരിയാൻ വേണ്ടിട്ടാണ്. 1 2 3 4 5 6 7 8. തിരിച്ചു 1 2 3 4 5 6 7 8. റെസ്റ്റ്. കൈ കാലിന്റെ കൊണ്ട് വാങ്ങണം. ഷോൾഡർ ഒന്നിച്ചിടണം. ചെറിയൊരടക്കി മുട്ടിക്കണം. 1 2 3 4 5 6 7 8. കൈ മുകളിൽ കയറി അടിക്ക് വലിക്കുക. 1 അടിക്ക് വലിക്കുക. 2 3 4 5 6 7 8. കുട്ടിക്ക് തിരിയുക. അപ്പൊ കൈ ക്രോസ് ചെയ്ത് പിടിക്കുക. ടച്ചിങ് തിരുവാകം വലിക്കണം. 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. ഈ കൈ നീളം പിടിക്കണം. കൈന്റെ മുട്ട് മണിക്ക് നോക്കിയിട്ട് പിന്നിട്ട് തരിക. 6 തരുത്. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 1 2 3 4 5 6 7 8. റഷ്. കൈ പിന്നിൽ വെക്കുക. ശ്വാസം നെറ്റി നിലത്ത് പിടിക്കുക. 1 2 3 4 5 6 7 8. കാലിന് നിർത്തിയിരിക്കുക. കാലിന്റെ വിരല് മടക്കുക. 1 2 3 4 5 6 7 8. കാലിന്റെ പാറന്ന് മുമ്പിലേക്ക് തള്ളുക. 1 പിന്നീട് തള്ളുക. 2 3 4 5 6 7 8. കാലിന്റെ ആംഗിൾ തിരിക്കുക. 1 2 3 4 5 6 7 8. തിരിച്ചു 1 2 3 4 5 6 7 8. കാല് കുറച്ചകത്തേക്കുക. കാല് വെറുതെ ആളുകൾ നടക്കുക. രണ്ട് ഭാഗത്തേക്ക് നടക്കുക. രണ്ട് ഭാഗത്തേക്ക് നടക്കുക. കുറച്ചുകൂടി അകത്തേക്ക്. തള്ളവിരൽ നനച്ചു കൂടി. ചെറുവിരൽ നനച്ചു കൂടിക്കുക. 2 3 4 5 6 7 8. ഈ കാല് നന്നായി അറക്കുക. മാക്സിമം അറക്കുക. കുട്ടി കണക്കാണ്ട തള്ളവിരൽ പിടിക്കുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. നെറ്റി നിലത്ത് മുടിക്കുക. കൈ മുമ്പിൽ. 1 2 3 4 5 6 7 8. റെസ്റ്റ്. ശക്തരാസനം. 1 2 3 4. അപ്പൊ നടക്കണ്ട. 5 6 7 8. റെസ്റ്റ്. തിരിച്ച് 1 2 3 4 5 6 7 8. റെസ്റ്റ്. തല പിടിച്ച് കൈ കാലിന്റെ അടിയിൽ ഇങ്ങനെ
കാലിനെ മുട്ട് എന്റെ കാലിന്റെ ഉപ്പിറ്റി മുട്ടിക്കുക, കാലിന്റെ പാദം മുമ്പിലേക്ക് തള്ളുക. 1 2 3. കാലിന്റെ ഉപ്പിറ്റി പൊന്തിച്ചു പിടിക്കുക, എന്നിട്ട് മുമ്പിലേക്ക് തള്ളുക. 2 3 4. പൊന്തിക്കുക. 5 6 7 8. അപ്പൊ കാലിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് നിൽക്കും. അപ്പൊ മുട്ടിന്റെ അടുത്ത് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ. ഇനി മടക്കുക. 1 2 3 4 5 6 7 8. ഈ വലത്തെ കാര്യം. 1 2 3. മുട്ടിക്കണം. 4 5 6 7 8. രണ്ട് കാര്യം മടക്കുക. 1 2 3 4 5 6 7 8. ഇനി അടുത്തെടുക്കുക. കുറച്ച് നേരം റെസ്റ്റ്. മതി. കാലടിച്ച് വയ്ക്കുക, കൈയടിച്ച് വയ്ക്കുക. എനിച്ചിരിക്കുക, കിടക്കുക. എനിച്ചിരിക്കുക, കാലാണ് കൂട്ടി വയ്ക്കണം. 2 കിടക്കുക. 3 കൂട്ടി വയ്ക്കുക. 4 5 6 7 8. റെസ്റ്റ്. കാലും കൂട്ടി വയ്ക്കുക, മുമ്പിലേക്ക് റോളിൽ. കാലിന് മുട്ടുമ്പിൽ നോക്കണം. 2 3 4 5 6 7 8. റെസ്റ്റ്. ഈ സൈഡ് എടുക്കും. 1 മുട്ടുമ്പിലേക്ക് നോക്കണം കേട്ടോ. 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. റെസ്റ്റ്. റിലാക്സ്. കാല് കുറച്ചായിട്ട് വയ്ക്കുക, കൈ കുറച്ചായിട്ട് വയ്ക്കുക. കൈ നല്ല അടച്ചു വയ്ക്കുക. രണ്ട് ചിമ്മയോടൊക്കെ എടുക്കുക. കുറച്ച് നേരം നമ്മളെ വയറ് പൊന്തും താഴും, അത് ശ്രദ്ധിക്കുക. കിടപ്പുണ്ടാവും, കിടപ്പ് ആ വയറ് പൊന്തും താഴും, അത് ശ്രദ്ധിക്കുക. റിലാക്സ്. കാലൊക്കെ നനക്കി അടിച്ചു വെക്കണം. കൈയൊക്കെ നനക്കി അടിച്ചു വെക്കണം. കൈ തലയുടെ പിന്നിലേക്ക് വയ്ക്കുക. കൈ പിന്നിലേക്ക് തള്ളുക, കാലടിയിലേക്ക് തള്ളുക. വലിക്കുക. ഒന്നുകൂടി വലിക്കുക. കൈ മുമ്പിലേക്ക് നയിക്കുക. വലത്തോട്ട് ചെരിഞ്ഞ് കൈ കുത്തിയടിച്ചിരിക്കുക. നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാൽ നല്ലത്. അടുത്ത കാലത്ത് നമ്മുടെ ഹൃദയം അവിടേക്ക് അധികം ലോഡ് തുറക്കാൻ പാടില്ല. അതാണ് വലത്തോട്ട് തിരിഞ്ഞത് കൈകുത്തേറ്റ്. നമ്മൾ കിടക്കുമ്പോഴാണ് സാധാരണ കിഴക്കോട്ട് തിരിഞ്ഞ് തല വെച്ചിട്ട് കിടക്കേണ്ടത്. കിഴക്ക ഭാഗത്തേക്ക് തല വെച്ചിട്ട് എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് കൈകുത്തി ഏറ്റിരിക്കണം. എന്നിട്ട് നമ്മള് തുടക്കത്തിൽ തന്നെ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭൂമി ദേവി തൊട്ടി നിറയിൽ വെച്ചിട്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം ഒരു ചില്ല് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കഴിയും. ആ വെള്ളത്തിൽ തുളസിയുടെ ഇല അല്ലെങ്കിൽ പനിക്കൂർക്കിണ്ട് ആ ഇല, ഞാൻ അങ്ങനെ ചെയ്യണം. അത് നമ്മൾ കാലത്ത് ഏറ്റ വഴിക്ക് കുടിക്കണം. ആ കഴിഞ്ഞ് നമ്മള് കുറച്ച് എനിക്ക് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും നടക്കും. അത് കഴിഞ്ഞിട്ട് വേണം ടോയ്ലറ്റിൽ പോകാനായിട്ട്. ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ മാതിരി നക്കപ്പോന്റെ ആക്ടിവേഷൻ നടത്തുക. അത് കഴിഞ്ഞ് പല്ല് ഓയിൽ പുള്ളിങ് കൂടി കഴിഞ്ഞിട്ട് പല്ല് തയ്ക്കും. അത് കഴിഞ്ഞ് കുളിക്കുകയാണെങ്കിൽ കുളിക്കാം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കൂടുതൽ വെള്ളം, അത് കഴിഞ്ഞിട്ട് യോഗം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യാൻ പറ്റുള്ളത്. കാലൊന്ന് ലൂസ് ആക്കുക. കാലിങ്ങനെ കയറ്റി വയ്ക്കുക. കയറ്റി വയ്ക്കുമ്പോൾ മുട്ട് എന്താ 2 3 4 5 6 7 8. ഇനി വലത്തെ കാല് 1 2 3 4 5 6 7 8. റെസ്റ്റ്. നമ്മൾ അർദ്ധ പത്മാസനം നൽകി. അർദ്ധ പത്മാസനം അല്ല, പത്മാസനം യോഗ
മുദ്ര ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ ആദ്യം കാല് കെട്ടിയിരിക്കുക, അടുത്ത കാല് വലത്തെ കാല് അതിന്റെ മുകളിൽ എത്തിക്കുക. മുകളിൽ പറ്റുന്നുണ്ടെങ്കിൽ താഴത്ത് വയ്ക്കുമ്പോഴാണ് അർദ്ധപത്മാസനം. ഇതാകുമ്പോ പത്മാസനം. കൈ മലർത്തി വയ്ക്കാൻ നിവർത്തിരിക്കുക കാണാം. തിന്മുദ്ര ചൂണ്ടുവരലും തള്ളവരലും കൊണ്ടുപിടിക്കുക. കൈ മലർത്തി വയ്ക്കണം. നമ്മൾ മൂക്കിയോടെ ശ്വാസം എടുക്കുക, ജീവവായു, പ്രകൃതിയിലുള്ള ജീവവായു ഉള്ളിലേക്ക്. അപ്പൊ കയ്യിന്റെ ഉള്ളനടിയുടെ ഉള്ളിലേക്കൂടെ പ്രത്യേക ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. നമ്മുടെ ഉള്ളില് നല്ലൊരു ഉണർവ് വരും. ചൂന്ന് കഴിയുമ്പോൾ ശ്വാസം പത്തി കൂടുമ്പോ ആ ശ്വാസത്തിന്റെ ഒപ്പം നമ്മുടെ ഉള്ളിലുള്ള ആൾക്കുകൾ പത്തി പോകും. പ്രകൃതിയിൽ കത്തിച്ചാമ്പല വരും. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. 1, 2 പതുക്കെ ശ്വാസം വിടും. 3 കുറച്ച് നേരം അവിടെ നിർത്താം. 4 സാവധാനം പറഞ്ഞു. 5 ഉള്ളിലേക്ക് എടുക്കുക, അവിടെ നിൽക്കട്ടെ. 6, 7, 8 കണ്ണു തുറക്കുക, കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കണം. യോഗ മുദ്ര എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6, 7, 8. കൈ എടുക്കുക, തലയിൽ പതുക്കെ നിർത്തി കാലൊന്ന് അനക്കുക. അടുത്ത കാലൊന്ന് ലൂസാക്കുക. 1, 2, 3, 4. ഇവ എത്ര കാലം? 1, 2, 3, 4. ഇനി ആദ്യം വലത്തെ കാലം അടുത്ത കാലിന്റെ മുകളിലേക്ക്, അടുത്ത കാലം അതിന്റെ മുകളിലേക്ക് കൈമലർത്തി നിവർന്നിരിക്കുക. ചുണ്ടുവരലും തള്ളവരലും കൂട്ടിപ്പിടിക്കുക. 3 പേരിൽ അടുപ്പിച്ച് വയ്ക്കുക. ചിന്മുദ്രാന്ന് പറയാം. നിവർന്നിരിക്കണം. ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. 1, 2 പതുക്കെ ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8. മതി. കണ്ണു തുറക്കുക, കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. യോഗമുദ്ര. 1, 2 കണ്ണു തുറന്നു പിടിച്ചോളാം. 3, 4, 5 ശ്വാസം വിടുക. 6, 7, 8. കൈ എടുക്കുക, പതുക്കെ കാല് ആക്കി കാലൊന്ന് നനക്കുക. അവിടെ അർദ്ധ മത്സ്യേന്ദ്രാസനം. അടുത്ത കാല് ഇങ്ങനെ മടക്കി വെക്കുക, കാലിന്റെ മുട്ട് നടുക്ക്. വലത്തെ കാല് ഇങ്ങനെ കുത്തി വയ്ക്കും. വലത്തെ കാല് അടുത്ത കാലിന് മുട്ടിന്റെ അപ്പുറത്ത് വരും. ഈ വലത്തെ കൈ പിന്നിൽ വെക്കുക. നിലത്ത് കുത്തണമെന്നില്ല, പറ്റാത്തവര് നിലത്ത് കുത്താം. പിന്നിൽ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വിളിക്കുക. വലത്തെ കൈ ഇടത്ത കൈ പൊന്തിച്ച് കാലിന്റെ പുറത്തുകൂടെ അങ്ങനെ പിടിക്കുക. പറ്റില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ പിടിക്കും. 1 പിന്നിൽ തിരികെ. വക്രാസനം ചെയ്ത മാതിരിയാണ്. 2, 3, 4. ഷോൾഡർ അടക്കം പിന്നിലേക്ക് തിരിയണം. തിരിയുമ്പോ വയറുള്ളിലേക്ക് വലിക്കുക. 5, 6, 7,
ഏയ് കൈ വന്നിക്കുക, കൈ പിന്നിലേക്ക്, കാല് നിർത്തി, അർദ്ധ മത്സ്യന്ത്രാസം, കാലൊന്നാ ഇനി വലത്തെ കാലിലാണ് മടക്കിയിരിക്കുക. കാലിന്റെ മുട്ട് നടുവിൽ വരണം. ഇടത്ത കാലിന്റെ വലത്തെ കാല് മടക്കിയിട്ട് അടുത്ത കാല് ഇങ്ങനെ വയ്ക്കും. അപ്പൊ ഇടത്ത കൈ മുന്നിൽ കൂടെ, വലത്തെ കൈ മുമ്പിൽ കൂടെ, വലത്തെ കൈ മുമ്പിലേക്ക് പൊന്നിക്കുക. പിന്നിട്ട് 2, 3, 4, 5, 6, 7, 8. കൈ പൊന്നിക്കുക, കാലുകൾ, കാലൊന്ന് അനക്കുക. ഇനി അവസ്ഥ എടുക്കണം. മക്കടാസനം, കാല് മടക്കി വയ്ക്കുക, കൈ സൈഡിലേക്ക് വയ്ക്കുക, കൈ സൈഡിൽ നേരെ വയ്ക്കുക. ഞാൻ കാലടത്ത ഭാഗത്ത് മുടിയുമ്പോ വലത്തെ കൈപ്പത്തി നീട്ടി നോക്കണം. 1, ശ്വാസം വിടുക. 2, 3, 4, 5, 6, 7, 8. Rest. Relax. ഇനി പവനമുദ്രാസനം, അർദ്ധഭാനുമുദ്രാസനം. 1, ഇടത്തെ കാര്യം മാത്രം മതിക്കുക. 2, മടക്കി പിടിക്കുക, ശ്വാസം വിടുക. 3, നെറ്റ് കാലം മൂടിക്കുക, ശ്വാസം വിടുക. 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി വലത്തെ കാര്യം. 1, 2, 3, 4, 5, 6, 7. അർദ്ധഭാനുമുദ്രാസനം. 8. ഇനി പൂർണ്ണ പവനമുദ്രാസനം. 1, കാല് നേരെ വന്നിക്കുക. 2, മടക്കുക, ശ്വാസം വിടുക. 3, നെറ്റ് കാല് കൂട്ടുക, ശ്വാസം വിടുക. 4, റെസ്റ്റ്, റിലാക്സ്. കണ്ഠരാസനം, കാല് മടക്കി വയ്ക്കുക, കൈ കാലിന്റെ പിറ്റിയുടെ അടുത്ത് വിടുക, അല്ലെങ്കിൽ കാലിന്റെ ഉള്ളിൽ പിടിക്കുക, അരഭാഗം മുകളിലേക്ക് പിടിക്കുക. 1, 2, താഴെ. 3, അരഭാഗം മുകളിലേക്ക് വന്നിക്കുക. 4, 5, താടി കഴുത്തിന് മുട്ട, താടി കഴുത്തിന് മുട്ട, അരഭാഗം മധ്യമാണ്. 6, 7, കണ്ഠരാസനം. 8, കാല് നിർത്തി. ഇത് സേതുബന്ധാസനം. അപ്പൊ കയ്യിൽ സപ്പോർട്ട് തുടങ്ങണം. 1, കാല് മടക്കാം. 2, അരഭാഗം കൊണ്ടാടി സപ്പോർട്ട് തുടങ്ങണം. കുറച്ചുകൂടി അപ്പുറത്തുണ്ട്, താടി വെച്ച് നോക്കും. 3, 4, 1, 2, 3, 4. റെസ്റ്റ്. വലത്തോട് ചെരിഞ്ഞെടുക്കുക, അനന്താസനം. ചെരിഞ്ഞെടുക്കുക, കൈ കാലിന് തലയുടെ അടിയിൽ വെച്ച്, അടുത്ത കാലം സൈഡിലേക്ക് പൊന്തിക്കുക. 1, നല്ല തലവേദന. 2, അനന്താസനം, ശ്വാസം എന്ന് പറയും. 3, 4, 5, 6, 7, 8. തമിഴ്നാടുക ഇതപ്പുറത്തേക്ക് തിരിയ, തമിഴ്നാടണം, ഇതങ്ങനെ തിരിയണം. കൈ തലയുടെ അടിയിൽ. 1, അടുത്ത കാര്യം വന്നു. 2, 3, 4, 5, 6, 7, 8. മലർന്ന് എടുക്കുക, മലർന്ന്. നമ്മള് കാലൊന്ന് മടക്കണം. കാല് മടക്കിയത് 2 തല വരുമ്പോ പിടിക്കുക, കൈ മുകളിലേക്ക്
പൊന്തിക്കും. തല പൊന്തിച്ച് കാലിന്റെ തലവരിലേക്ക് നോക്കും. 3, 4. കാല് മടക്കി തല വരുമ്പോ പിടിക്കുക. 2, കാല് പൊന്തിച്ച് തല പൊന്തിച്ച് കാലിന്റെ പെരിലേക്ക് നോക്കാം. 4, 5. ഒന്നുകൂടി. 1, 2, 3, 4. റെസ്റ്റ്. ഇനി വലത്തോട്ട് തിരിഞ്ഞ് കമിഴ്ന്ന് കിടക്കണം. വലത്തോട്ട് തിരിഞ്ഞ് കമിഴ്ന്ന് കിടക്കണം. ഈ കാലിന്റെ അടിയിൽ വെക്കുക. 2 കാല് മുകളിലേക്ക് പൊന്തിക്കുക. ശലഭാസനം. 1, 2. പൊന്തിക്കുമ്പോ കാല് പിന്നിലേക്ക് ഒന്ന് തള്ളി പിടിക്കുക. 3, 4. കൈ കൊണ്ട് പൊന്തിക്കാം. കൈ അടിയിൽ വെച്ചിട്ട് പൊന്തിക്കാം. 5, 6, 7, 8. ഈ കൈ മുമ്പിലേക്ക് വെക്കുക. അധോമുഖ ശാലാസനം. ഫുള്ളായിട്ട് പൊന്തണം. കൈ ഫുള്ളായിട്ട് നേരുക. പിന്നിലേക്ക് വളയുക. 1, 2, 3. കൈ ഫുള്ളായിട്ട് നേരുക. പിന്നിലേക്ക് വളയുക. മുകളിലേക്ക് നോക്ക്. അധോമുഖ ശാലാസനം. 5, 6, 7, 8. പിന്നെ അധോമുഖ ശാലാസനം. ഇവിടെ മറ്റേ സൂര്യനമസ്കാരം ചെയ്യുമ്പോ ഊർദ്ധമുഖ ശാലാസനം ഉള്ളിലേക്ക് ആക്കണത്. ഊർദ്ധമുഖ ശാലാസനം. കാല് കുറച്ചാക്കിയിരിക്കുക. കൈ മുമ്പിൽ താടി മുഖത്തേക്ക്. മകരാസനം. അടിവേറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ചു കിട്ടും. കാലടിച്ചിരിക്കുക. കൈ ഷോൾഡർ അടയ്ക്കുക. കൈ കുത്തി പിന്നിരിക്കുക. ശാസാസനം. കാലില് കുറ്റിയിരിക്കുക. പതുക്കെ എടുത്ത് നിൽക്കുക. കാലടിച്ച് വയ്ക്കുക. കൈ മുമ്പിൽ വയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കാലിന്റെ കുറ്റി പൊന്തിക്കുക. കയ്യിൽ പൊന്തിക്കുക. 1, 2, 3, 4, 5, 6. നമ്മുടെ ആനസിന്റെ ഭാഗം മുകളിലേക്ക് വലിക്കണം. 7, 8. പതുക്കെ പറഞ്ഞോളി. 8, 7. റെസ്റ്റ്. ഏകഭാഗ താടാസനം. 1, 2, 3, 4. 1. ഒറ്റ കാലത്ത് നിൽക്കുക. 2. കൈ മുകളിലേക്ക് തള്ളിപ്പിക്കുക. 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഒന്ന് ഇരിക്കുക. എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8. സ്മൂത്ത് തിരിക്കുക. വജ്രാസനം. കൈപ്പത്തിയുടെ മുകളിൽ കൈപ്പത്തി വയ്ക്കുക. നിവർന്നിരിക്കുക. കണ്ണടക്കുക. ശരീരത്തിൽ ശ്രദ്ധിച്ചിരിക്കണം കുറച്ച്. ഇനി ശ്വാസം ശ്രദ്ധിക്കുക. ഇനി ശ്വാസം എടുക്കുക. 1, 2. പതുക്കെ ശ്വാസം എടുക്കുക. 3, 4, 5, 6, 7, 8. കണ്ണു തുറക്കുക. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. മണ്ഡൂകാസനം. 1, 2, 3, 4. കണ്ണു തുറന്നു പിടിക്കണം കേട്ടോ. 5, 6, 7, 8. സൈഡിലേക്ക് ഇരിക്കുക. കാല് നിർത്തി.
തല നനക്കുക. വീണ്ടും ചമ്മണ്ടിരിക്കണം. നമുക്ക് പ്രാണായാമം. ഇനി കണ്ണടച്ച് കഴിഞ്ഞാൽ ആസനങ്ങൾ നോക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ആദ്യം ഭസ്ത്രിക ശ്വാസം എടുത്തിട്ട് കൈകൊണ്ടിരിക്കും. ഇങ്ങനെ അടിയിലേക്ക് വലിക്കുക. അടിയിലേക്ക് വലിക്കുമ്പോ ശ്വാസം വിടുക. 15 വട്ടം ഒരുമിച്ച് ചെയ്യുക. കണ്ണടക്കുക. റെസ്റ്റ്. ശരീരത്തിലെ ചേഞ്ച് ശ്രദ്ധിക്കുക കേട്ടോ. ശരീരത്തിലെ ഒരു ഉണർവുണ്ടാവും, അത് ശ്രദ്ധിക്കുക. 1 മണി. ശരീരത്തിൻ്റെ അവിടെ ചേഞ്ച് ശ്രദ്ധിക്കുക. ശരീരം നല്ലൊരു ഉണർവിലേക്ക് വരും. നല്ലൊരു ഉണർവ്. നമ്മുടെ എല്ലാ കോശങ്ങളും നന്നായിട്ട് ആക്റ്റീവ് ആവും. 1 മണി. നമ്മുടെ ലങ്സിനൊക്കെ കൂടുതൽ കപ്പാസിറ്റി കിട്ടും. പ്രതിരോധ ശക്തി കിട്ടാനൊക്കെ നല്ലതാണ്. നമുക്ക് രോഗങ്ങൾ വരാണ്ടിരിക്കാൻ പ്രതിരോധം ഉണ്ടാകാനായിട്ട് നല്ലതാണ്. ലങ്സിന് കൂടുതൽ സ്റ്റോറേജ് കിട്ടും. പിന്നെ നമ്മള് ശ്വാസം എടുക്കണം. എന്നിട്ട് ആന്ന് പറഞ്ഞാൽ കുറച്ചു നേരം. പിന്നെ പിന്നെ ആന്ന് പറയുമ്പോ വയറിന്റെ അവിടേക്ക് ശ്രദ്ധിക്കുക. എന്ന് പറയുമ്പോ ചെസ്റ്റിന്റെ അവിടേക്ക്, എന്ന് പറയുമ്പോ തലയുടെ അവിടെ എന്ന് പറഞ്ഞിരിക്കുക. ആ ശ്വാസം എടുക്കുക. ആ ശ്വാസം എടുക്കുക. ആ നമ്മള് ഓം ചാൻറ്റിങ് ആണ്. നന്നായി ശ്വാസം എടുക്കണം. ഓം എന്ന് പറയണം. നമ്മള് മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ ശ്രദ്ധിക്കണം. നമ്മള് ചക്രങ്ങളെ ശ്രദ്ധിക്കണം. പറഞ്ഞ് നന്നായി ശ്വാസം എടുക്കും. ഓ ഓ ശ്വാസം ഓ അതൊക്കെ എടുക്കാം. ഒരു വട്ടം ഒന്നാമത് ശ്വാസം എടുക്കാം. ഓ ശ്വാസം എടുക്കുക. ഓ ശ്വാസം എടുക്കുക. ഓ നാലാമത്തെ അപ്താവസ്ഥ അതിന്റെ പരിവർത്തനത്തെ താലിബാത്തില്ല, കൈത്തളാത്തില്ല, ശരീരം തളർത്തില്ല. മറ്റേകാലിൽ ശ്രദ്ധിക്കണം. മറ്റേകാലിൽ തളർത്തില്ല. വലത്തേകാല് തളർത്തില്ല. ശരീരം തളർത്തില്ല. മറ്റേകാലിൽ ശ്രദ്ധിക്കുക. വലത്തേകാലിൽ തളർത്തില്ല. വലത്തേകാലിൽ ശ്രദ്ധിക്കണം. വലത്തേകാലിൽ തളർത്തില്ല. കഴുത്ത് തളർത്തില്ല. തല തളർത്തില്ല. ശരീരം പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകാൻ ശരീരത്തിന് തീരെ താരമില്ല. അങ്ങാണ്ട് അവർക്ക് വിശ്വാസത്തിലാണ്. ആ ശരീരം പൂർണ്ണ വിശ്രമത്തിലേക്ക് പോവാ. കല്ലാത്തിന്തോ കൈതളാത്തിന്തോ ശരീരം തളർത്തിന്തോ തല തളർത്തി.
കുറച്ച് സ്വപ്നങ്ങൾ കാണണം. ഇന്ന വേണ്ട കാര്യങ്ങൾ വേണം. നമുക്ക് അത്യാവശ്യമുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുക. ഈശോ വേണം അങ്ങനെ നേടിയെടുക്കും. ദൈവത്തിന്റെ സഹായമുണ്ട്. മാതാപിതാക്കളെയും പുരുഷന്മാരെയും വിശ്വാസമുണ്ട്. ഞാൻ നേടിയെടുക്കും. അവരോട് പ്രാർത്ഥിക്കുക. നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ വിചാരിച്ച കാര്യം നന്നായിട്ട് മനസ്സിൽ കാണുക. ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വിചാരിച്ച കാര്യം നടന്നു. വിചാരിച്ച കാര്യം നടന്നതിന് നന്ദി പറയണം. മാതാപിതാക്കൾക്ക് പുരുഷന്മാർക്ക് നന്ദി പറയണം. വീണ്ടും വിചാരിക്കാൻ സാധ്യത ശരീരത്തിൽ കല്യാണത്തിന് അടിച്ചത് 4 അടിച്ചത് കൈക്കാല് കുത്തി നടത്തിക്കാൻ പറ്റുക. 4 കുത്തി നടത്തിക്കാൻ പറ്റുക. ഇപ്പുജോയിന്റ് നടത്തിക്കാൻ പറ്റുക. റോഡർ ജോയിന്റ് നടത്തിക്കാൻ പറ്റുക. കൈന്റെ മുട്ടി നടത്തിക്കാൻ പറ്റുക. കൈന്റെ റിസ്റ്റ് നടത്താൻ പറ്റുക. കഴുത്ത് നടത്തിക്കാൻ പറ്റുക. തല നടത്തിക്കാൻ പറ്റുക. കാലിലും കുത്തി നടത്തിക്കാൻ പറ്റുക. കാലിന്റെ മുട്ടി നടത്തിക്കാൻ പറ്റുക. ജോയിന്റ് നടത്തിക്കാൻ പറ്റുക. റോഡർ ജോയിന്റ് നടത്തിക്കാൻ പറ്റുക. കൈന്റെ മുട്ടി നടത്തിക്കാൻ പറ്റുക. കൈന്റെ റിസ്റ്റ് നടത്തിക്കാൻ പറ്റുക. കഴുത്ത് നടത്തിക്കാൻ പറ്റുക. തല നടത്തിക്കാൻ പറ്റുക. എല്ലാ ജോയിന്റും ഒരുമിച്ച് നടത്തിക്കാൻ പറ്റുക. അവസ്ഥ പാസ്വേഡ് തെരഞ്ഞെടുക്കുക. സ്ഥലത്തെ വായിച്ചെടുക്കുക. ഒരു കൈ തലയുടെ അടിയിലേക്ക് ഒരു കൈ നിലത്തി വയ്ക്കുക. കാല് മടക്കി ചുണ്ട് കൂടി കിടക്കണം. വ്യക്തമായിട്ടാണ് കിടക്കുക. നമ്മുടെ മനസ്സ് ഇപ്പൊ ശാന്തമാണ്. മനസ്സിൽ യാതൊരു അല്ലലുകളും ഇല്ല. ഒത്തിരി നേരം അങ്ങനെ കിടക്കുക. ഈ പതുക്കുക. കൈകുത്തി അടിച്ചിരിക്കുക. മനസ്സിലാക്കുന്നുണ്ടാവും. കൈമലർത്തി വയ്ക്കുക. നമ്മുടെ ശരീരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാല് തൊട്ട് തല വരെ ശ്രദ്ധിക്കുക. തല തൊട്ട് കാല് വരെ ശ്രദ്ധിക്കുക. ഇനി നമ്മളൊരു ഹീലിംഗ് പ്രയറിലേക്ക് പോവുക. ഇരിക്കുന്ന കാലിന് അടയ്ക്കണം. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you. I am sorry, please forgive me. I love you, I thank you.
I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. വെറുതെ ഒരാളാണ് അടച്ചിരിക്കുക. കാമനസ് റിയാലിറ്റി. നിശബ്ദമായിട്ടിരിക്കണം. അടച്ചിരിക്കണം കേട്ടോ. നമ്മൾ ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് കൂടി പോവുക. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകള്, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങള് ഇതെല്ലാം ദൂരേക്ക് പോവുക. നമ്മളിൽ നിന്ന് അകന്ന് പോവാണ്. നമ്മളിൽ നിന്ന് ദൂരേക്ക് പോവുക. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകള്, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങള് ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ്. അതെല്ലാം നമ്മളിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോവുക. കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പോയപ്പോ അവിടെ സ്ഥലം വേക്കന്റ് ആയി. ശൂന്യത, ബ്ലാങ്ക് സ്പേസ് വന്നു, എംപ്റ്റി സ്പേസ്. ആ എംപ്റ്റി സ്പേസിലേക്ക് പ്രകൃതിയിൽ നടന്നു നിൽക്കുന്ന എല്ലാ എനർജി വന്നെന്ന് അറിയാം. പോസിറ്റീവായിട്ടുള്ള ചിന്തകള്, പോസിറ്റീവായിട്ടുള്ള വികാരങ്ങള്, പോസിറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നമ്മളിലേക്ക് വരിക. പോസിറ്റീവായിട്ടുള്ള ചിന്തകള്, പോസിറ്റീവായിട്ടുള്ള വികാരങ്ങള്, പോസിറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നമ്മളിലേക്ക് വരിക. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് നല്ലൊരു ഉണർവിലേക്ക് വരികയാണ്. എനർജി കൊണ്ട് ശരീരം പൊതിഞ്ഞു പോവുക. എനർജിയുടെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്നേഹോർജം മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്ന് നൽകുക. നമ്മൾ ജനിച്ച നാളെ മുതൽ എന്ന് പറയാം ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വരില്ലേ, ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ പ്രത്യേക എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അതിന്റെ ഒപ്പം പുറത്തേക്ക് പോവുക. നമ്മുടെ ശരീരം ശുദ്ധമായിട്ട് മാറുക. നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യാം. നട്ടലില് ശ്രദ്ധിക്കുക. നട്ടലിന്റെ അടിഭാഗം തൊട്ട് മോൾഭാഗം വരെ നമ്മളെ ചക്രങ്ങളും ശ്രദ്ധിക്കണം. മൂലാധാരം ചക്രം തൊട്ട് ആത്മചക്രം വരെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മൂക്കിൽ കൂടെ നന്നായിട്ട് ശ്വാസം എടുക്കുമ്പോ ഒരു എനർജി, ഒരു ലൈറ്റ്, ഒരു ഡിവൈൻ ലൈറ്റ് നമ്മുടെ മൂലാധാരം തൊട്ട് ആത്മചക്രം വരെ വരിക. ചക്രങ്ങളിലെ പിന്നെയും കൂടെ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോ ആ ഡിവൈൻ ലൈറ്റ് താഴത്തേക്ക് വരിക. പിന്നെ സർക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മളെ മനസ്സിൽ കരുതുക, ഐ ആം നോട്ട് ദി ബോഡി, ഐ ആം നോട്ട് ദി മൈൻഡ്, ഐ ആം എ ഡിവൈൻ ലൈറ്റ്. I am not the body. I am not the mind. I am a divine life. 1, 2, 3, 4, 5, 6, 7, 8, I am a divine life. നമ്മള് പുതിയ ദിവസത്തിലേക്ക് കണി കണ്ടുകൊണ്ടാകാൻ പോവാ. നമ്മൾ നന്ദി പറയണം. നമസ്കാരം മുദ്ര. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ്
എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിനെ ദൈവത്തിന് നന്ദി പറയണം, മാതാപിതാക്കൾക്കും പിടിക്കന്മാർക്കും നന്ദി പറയാം, യൂണിവേഴ്സിന് നന്ദി പറയാം. ഈ ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കാനും പ്രാർത്ഥിക്കാം. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം വിട്ട് ലക്ഷ്യം നടത്തുക, ഗുരുദേവിക്ക് നന്ദി പറയണം. സാധാരണ നിവർന്നു വരിക, കൈ കൂട്ടിത്തിരുമ്പ, കൈ നന്നായി റബ്ബ് ചെയ്യുക, കണ്ണിന്റെ മുകളിൽ വയ്ക്കുക, കൈ മുഖത്തെല്ലാവർക്കും അമർത്തുക, നെറ്റി, കണ്ണിന്റെ പിടിക, കവള്, ചെവിയുടെ അടിയില്, ചെവിയുടെ പിന്നില്, കഴുത്തിന്റെ പിന്നിൽ അമർത്തുക, കഴുത്തിന്റെ മുമ്പില്, കൈമേക്ക് നമ്മുടെ തലയുടെ ശരീരത്തിലെ തിന്ന ചൂട് പകരുക, കൈ നന്നായി കൂട്ടിത്തിരുമ്പുക, നന്നായി കണ്ണിന്റെ മുകളിൽ വയ്ക്കുക, ഒരു 3 പ്രാവശ്യം കണ്ണിന്റെ മുകളിൽ വയ്ക്കുക, തലയിലേക്ക് അമർത്തുക, തലയോർത്തിക്കുന്ന അമർത്തുക, ചെവിയുടെ അവിടെ, കഴുത്തിന്റെ അവിടെ, നോട്ടൊരു പ്രാവശ്യം നന്നായി മസാജ് കിട്ടിയ എല്ലാ ഭാഗത്തും കൈയൊന്നും കൊണ്ടിരുമ്പോ ആ കണ്ണിന്റെ മുകളിൽ ഒരാഴ്ച കൂട്ടിത്തിരുമ്പ, കണ്ണിന്റെ മുകളിൽ റബ്ബിയ, കണ്ണിന്റെ മുകളിൽ കണ്ണ് തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക, കൈന്റെ പേരിൽ വിളിച്ച് നോക്കി കണ്ടു തുറക്കുക. എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ 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 നമസ്തേ, ശുഭദിനം ശുഭദിനം. ഓക്കെ ടാ, താങ്ക് യു. ഇനി നമുക്ക് ചിരിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. പീസ് ആക്കവിടെ, പീസ് ആക്ക. ഓക്കെ, താങ്ക് യു. Thank you, sir. താങ്ക് യു.